ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പവർ പൾസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇൻവൈറ്റിംഗ് ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യാം, പിന്നെ നമുക്ക് എങ്ങനെ അത് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തു. അവിടെ ഞാൻ മുന്നത്തെ 2 വീഡിയോയിൽ നമ്മുടെ സൈറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. www.powerpulse.live എന്നുള്ളതാണ് നമ്മുടെ സൈറ്റ്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഗൂഗിളിൽ തന്നെ ഏറ്റവും മേലിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടാകും. ഈ 3 ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മുടെ ഫോണിൽ നമ്മളെ കോൺടാക്റ്റും വാട്സപ്പും യൂട്യൂബും ഒക്കെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ ഈ ഒരു കാര്യവും മുന്നിൽ അവിടെ വന്ന് നിന്നിട്ടുണ്ടാകും. പിന്നെ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ആഡ് ടു ഹോം സ്ക്രീൻ ഒന്ന് ആക്കി വെക്കുക. ഇനി അതിന് ശേഷം നമുക്കിവിടെ സൈനിങ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം, സൈനിങ് കൊടുക്കാം. എല്ലാവരും രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയ യൂസർ ID പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂസർ ID പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ പാസ്വേഡ് ഒന്ന് നമ്മൾ മറന്നു പോവാതെ സൂക്ഷിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സൈനിങ് കൊടുത്തു. ആ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന പേജിനെയാണ് നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മേലെ ഗൂഗിളിൽ തന്നെ സേവ് ചെയ്യാൻ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കൊടുത്താൽ കൂടെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമുക്ക് ഗോൾഡ് അച്ചീവ് ചെയ്ത മെമ്പേഴ്സിനെയും ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്ത മെമ്പേഴ്സിനെയും പ്ലാറ്റിനം ഇതുവരെ ആരും എത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അപ്പോൾ നമുക്കിതാ നമ്മുടെ ജോയിനിങ് ഡേറ്റ്, ആക്ടിവേഷൻ ഡേറ്റ്, ടോട്ടൽ ഏണിങ്സ് എത്രയാണ്, നമ്മുടെ ക്യാഷ് വാലറ്റിൽ എത്രയുണ്ട്, സിൽവർ ബോണസ് എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു 300 രൂപ കിട്ടുന്നുണ്ട്. അതിൽ 299 രൂപയുടെ പ്ലാൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ റീചാർജ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ നമ്പറിലൊന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് സാധാരണ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നോ അതേ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 299 രൂപയുടെ റീചാർജ് ചെയ്തു. എൻ്റെ 1 രൂപയാണ് ഇനി എൻ്റെ റീചാർജിൽ ബാക്കിയുള്ളത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് വരുന്ന ഏതൊരാൾക്കും അവിടെ 300 രൂപ ഉണ്ടാകും. നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അതിന് ഇത് ഏറ്റവും താഴെയായിട്ട് റെഫറൽ ലിങ്ക് എന്ന് കാണും. അവിടെ ലെഫ്റ്റ് സൈഡ് എന്നുണ്ടാകും, റൈറ്റ് സൈഡ് എന്നുണ്ടാകും. നമ്മൾ ലെഫ്റ്റും റൈറ്റും ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരാൾക്ക് ലെഫ്റ്റ് സൈഡിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് റൈറ്റ് സൈഡിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ പെയർ മാച്ചിങ് നമ്മൾ ഒരുപോലെ മാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകണം. നമുക്കിവിടെ 2 പേരെ അല്ലാതെ അതിൽ കൂടുതൽ ആളുകളെ, അൺലിമിറ്റഡ് ആളുകളെ നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും അത് ഏത് സ്ഥലത്താണ് നമുക്ക് വേണ്ടുന്നത് അതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നോക്കാം. വീണ്ടും ലെഫ്റ്റ് സൈഡിലെ ലിങ്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാച്ചിങ് ആയിട്ടല്ല വരലുണ്ടാവുക. അപ്പോൾ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏതാണ് കൊടുത്തത് എന്നുള്ളത് ശ്രദ്ധിക്കുക. പറ്റുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ ആർക്കൊക്കെ കൊടുത്ത ലിങ്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഇനി എങ്ങനെയാണ് ID ആക്ടിവേഷൻ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു അമേസിങ് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഏറ്റവും താഴെയാണ് ഈ ഒരു റെഫറൽ ലിങ്ക് വരുന്നത്. ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അൺലിമിറ്റഡ് ആളുകളെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എവിടെ വേണോ അവരെ പ്ലേസ് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊടുക്കാം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.